മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ സംരക്ഷണവും സഹായവും ഈ ദിവസം മുഴുവനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 20-ാമത്തെ അധ്യായത്തിന്റെ 19ഉം 20ഉം തിരുവചനങ്ങളില് നമ്മൾ ഇങ്ങനെ വായിച്ചു ധ്യാനിക്കുകയാണ്. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തന്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, അസമാധാനത്തിന്റെ ഒരു അവസ്ഥയാണ് ഇന്ന് പല കുടുംബങ്ങളിലും പല വ്യക്തികളുടെയും ജീവിതത്തിലും നമ്മുടെ സമൂഹങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടെൻഷനാണ് പലർക്കും. ജീവിതത്തിന്റെ മുന്നോട്ടുള്ള വഴികളെ ഓർത്ത്, മക്കളെ ഓർത്ത്, രോഗപീഠകളെ ഓർത്ത്, കടബാധ്യതകളെ ഓർത്ത്, ജോലിയില്ലാത്ത അവസ്ഥയെ ഓർത്ത്, കൃഷി നശിക്കുന്നതിനെ ഓർത്ത്, പ്രകൃതിയുടെ പ്രതിഭാസങ്ങളോർത്ത്, രാജ്യത്തിന്റെ അവസ്ഥകളോർത്ത്, ലോകത്തിന്റെ അവസ്ഥകളോർത്ത് പലരുടെയും ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടും ടെൻഷനും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സമൂഹത്തില് നമ്മളൊക്കെ ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോനാഥൻ നമ്മോട് ഓരോരുത്തരോടും പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. ശിഷ്യന്മാരും ഇതേ അവസ്ഥയിലായിരുന്നു. സമാധാനമില്ലായിരുന്നു അവരുടെ ഉള്ളില്. കാരണം അവര് യഹൂദരെ ഭയന്ന് പേടിച്ചിരിക്കുക. അവര് ഈശോനാഥനെ ക്രൂശിച്ചു. ഈശോയെ ക്രൂശിച്ച യഹൂദര് തങ്ങളുടെ ജീവിതത്തെയും ക്രൂശിക്കുമെന്നും വേദനിപ്പിക്കുമെന്നും നശിപ്പിക്കാൻ പരിശ്രമിക്കുമെന്നും അറിഞ്ഞിരുന്ന ശിഷ്യന്മാര്, അതിനെ ഭയന്നിരുന്ന ശിഷ്യന്മാര് കതകടച്ചിരിക്കുക. അവരുടെ അരികിലേക്ക് ഈശോനാഥൻ കടന്നു വരിക. കതകടച്ചിരിക്കുകയായിരുന്നു. കതകടച്ചിട്ടിരിക്കുന്ന അവസ്ഥയിൽ ഈശോനാഥൻ അവരുടെ അരികിലേക്ക് വന്നിരിക്കുക. അസമാധാനത്തിന്റെ അവസ്ഥയിലായിരുന്നു അവര്. അവര് പോലും അറിയാതെ അവരുടെ അരികിലേക്ക് ഈശോനാഥൻ കടന്നുവന്ന് അവർക്ക് സമാധാനം ആശംസിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോയെ മാത്രം ധ്യാനിച്ച് ഈശോയുടെ കൂടെ നടക്കുന്ന വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരുമെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥതകളും അസമാധാനത്തിൻ്റെതായ കാര്യങ്ങൾ ഉണ്ടായാലും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് ഈശോ കടന്നു വന്ന് നമുക്ക് സമാധാനം നൽകും, സന്തോഷം നൽകും. നമ്മൾ ഓരോരുത്തരും അത് തിരിച്ചറിയണം. നമ്മൾ അറിയാതെ തന്നെ ഈശോനാഥൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഈശോയുടെ കൂടെ നടക്കണം, ഈശോയിൽ ആശ്രയം വെക്കണം. ഈശോയായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ രക്ഷകൻ. ഈ ശിഷ്യന്മാര് 3 വർഷം ഈശോയിൽ ആശ്രയിച്ചു, ഈശോയുടെ കൂടെ നടന്നു, ഈശോ പറഞ്ഞ വചനം കേട്ടു, അതനുസരിച്ചാണ് നടന്നത്. എന്നാൽ പിന്നീട് അവരുടെ ജീവിതത്തിൽ ഒരു ദുഃഖമുണ്ടായപ്പോ അവരറിയാതെ തന്നെ അവരുടെ ജീവിതത്തിലേക്ക് ഈശോ കടന്നു വരിക. ഇതുപോലെ നീ ഈശോയുടെ വഴിയിലൂടെ നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഈശോയുടെ വചനം ശ്രവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിരന്തരമായ പ്രാർത്ഥനയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നിന്റെ ജീവിതത്തിലും സങ്കടങ്ങളുണ്ടാകാം, നിന്റെ ജീവിതത്തിലും വേദനകളുണ്ടാകാം, അസമാധാനത്തിൻ്റെതായ അവസ്ഥകളുണ്ടാകാം. പക്ഷേ നീ അറിയാതെ തന്നെ ഈശോനാഥൻ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. നിന്റെ അസമാധാനം എടുത്തു മാറ്റി നിനക്ക് സമാധാനം നൽകും. നിന്റെ കുടുംബത്തിലെ സമാധാനമില്ലാത്ത അവസ്ഥയെ എടുത്തു മാറ്റും. നിന്റെ ജീവിതത്തിന്റെ ഏത് മേഖലയിലാണോ സമാധാനമില്ലാത്തത് ആ അവസ്ഥയെ എടുത്തു മാറ്റി സമാധാനം ഈശോനാഥൻ നൽകുമെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. ഒരുപക്ഷെ നിന്റെ ജീവിതത്തിന്റെ വാതിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയായിരിക്കാം. നിന്റെ സാമ്പത്തിക മേഖലയുടെ വാതിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയായിരിക്കാം. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ സൗഖ്യം ലഭിക്കുന്നതിന് ചില മേഖലകൾ അടയ്ക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയായിരിക്കാം. നിന്റെ വിജയത്തിന് ചില തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം. നിനക്ക് മുന്നോട്ടുള്ള യാത്രയിൽ ചില തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം. ഈ തടസ്സങ്ങളെ മുഴുവനും കർത്താവ് മാറ്റുമെന്ന് നീ തിരിച്ചറിയണം. നിന്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും ആവശ്യമുള്ളത് എന്തോ
അത് നിനക്ക് കർത്താവ് തരും. നിന്റെ ജീവിതത്തിന് ആവശ്യമുള്ള വാതിലുകൾ തുറക്കേണ്ടത് എപ്പോഴാണോ അത് ഈശോ ആ സമയത്ത് തന്നെ തുറക്കുമെന്ന് നീ തിരിച്ചറിഞ്ഞുകൊള്ളുക. നിന്റെ ജീവിതത്തിൽ ഏത് തടസ്സമാണോ കർത്താവ് എടുത്തു മാറ്റേണ്ടത്, ആ തടസ്സത്തെ കർത്താവ് മാറ്റേണ്ട സമയത്ത് തന്നെ മാറ്റി നിന്നെ അനുഗ്രഹിക്കുമെന്ന് നീ തിരിച്ചറിയണം. കർത്താവിന് ഒന്നും അസാധ്യമല്ല. കഥ കടച്ചിരുന്നിട്ട് പോലും അവരുടെ അരികിലേക്ക് കർത്താവ് വന്നിട്ടുണ്ടെങ്കിൽ കർത്താവിന് ഒന്നും അസാധ്യമല്ലെന്ന് പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. കരങ്ങളെ യാചനയോടെ പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെയും ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളെയും, ഇന്നത്തെ അധ്വാനങ്ങളെയും, നമ്മുടെ വഴികളെയും, നമ്മുടെ ആഗ്രഹങ്ങളെയും, നമ്മുടെ അഭിലാഷങ്ങളെയും എല്ലാം ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഇവരെ സഹായിക്കണമേ, സംരക്ഷിക്കണമേ. ഇവരുടെ ദുഃഖങ്ങളും വേദനകളും മാറ്റണമേ. സമാധാനം നിറച്ചവരെ അനുഗ്രഹിക്കണമേ, സംരക്ഷണം നൽകണമേ. ഈശോയെ ദിവ്യകാരുണ്യത്താൽ ആശീർവദിക്കുമ്പോൾ ഇവരിൽ നിന്ന്, ഇവരുടെ ഭവനങ്ങളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് എല്ലാ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും പൈശാചിക ശക്തിയുള്ള പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കേൾപ്പിക്കുന്നു. അന്ധകാരത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ എന്ന് കേൾപ്പിക്കുന്നു. തിന്മയുടെ സ്വാധീനങ്ങൾ മാറിപ്പോകട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ.